ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാൻ ഓർഡർ ചെയ്തിരുന്ന മസിൽ ഗ്രിഡിൻ്റെ 24 വോൾട്ട് 120 എച്ചിൻ്റെ ബാറ്ററി, ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി എത്തിയിരിക്കുകയാണ്. വലിയൊരു വീഞ്ഞപ്പെട്ടിയാണ്. ബില്ലിനകത്ത് വിവേക് എന്നുള്ള പേര് എഴുതിയിരിക്കുന്നത്, സെല്ലറിൻ്റെ പേര്. ഐറ്റം ഡിസ്ക്രിപ്ഷനകത്ത് മസിൽ ഗ്രിഡ് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. പക്ഷേ പെട്ടിയുടെ പുറത്ത് ഒരു സ്റ്റിക്കറോ എന്തെന്നുള്ള സാധനത്തിൻ്റെ പേരോ ഒന്നുമില്ല. ഒരു പച്ച കളർ സ്റ്റിക്കർ മാത്രമുണ്ട്. അത് ഈ കൊറിയറിൻ്റെ എന്തോ ബാർകോഡൊക്കെയാണ്. എന്തായാലും ഇത് മാറ്റി വെച്ച് നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല വെയിറ്റ് ഉണ്ട്. വെയിറ്റ് എല്ലാം ഒരു സൈഡിലോട്ടാണ് വെയിറ്റ് കൂടുതൽ. എന്തായാലും ഈ പെട്ടി ഏത് സൈഡിൽ നിന്ന് പൊളിച്ച് തുടങ്ങണമെന്ന് നോക്കാം. എങ്ങാനും തിരിച്ചു റിട്ടേൺ ചെയ്യേണ്ടി വരികയാണെങ്കിൽ പെട്ടി നല്ല കണ്ടീഷൻ ആയിരിക്കണമല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സൈഡ് മാത്രം പൊളിച്ച് നോക്കാം. വീഡിയോ കുറച്ച് സ്പീഡിലിടുകയാണ്. ഇതാണ് നേരത്തെ പറഞ്ഞ സ്റ്റിക്കർ, കൊറിയറിൻ്റെ ഒരു ബാർകോഡുള്ള സ്റ്റിക്കർ. വേറെ ഒന്നുമില്ല, ഒരു ഇൻഡിക്കേഷനും ഇല്ല. സാധനം എന്താണെന്നൊന്നും അറിയില്ല അതിനകത്ത്. ഓക്കെ, ഈ സൈഡിൽ തന്നെ തുറക്കാം. ഒത്തിരി ആണി അടിച്ചിട്ടുണ്ട്. നല്ല സേഫായിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എവിടെ വീണാലും ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിക്കാണ് പാക്ക് ചെയ്തേക്കുന്നത്. അകത്ത് തെർമോക്കോൾ പോലെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്, സ്പോഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല സേഫായിട്ട് തന്നെ. എത്ര ആണിയെന്ന് കണ്ടോ. സ്പോഞ്ച്, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ വീണാലോ ഒന്നും കുഴപ്പമില്ലാത്ത രീതിക്കാണ് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് തുറന്നു നോക്കാം. ഞാനിപ്പോൾ വരാം. ഇത് 120 എച്ച് 24 വോൾട്ടാണെന്ന് പറയണമെങ്കിലും 25.6 വോൾട്ടാണ് ഇതിൻ്റെ നോമിനൽ വോൾട്ടേജ് വരുന്നത്. 120 എച്ച് തന്നെയാണ് വരുന്നത്. വില മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും മിക്കവാറും കുറഞ്ഞ വിലയാണിത്. നല്ല കമ്പനിയുടെ ബാറ്ററിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 75,000 1 ലക്ഷം രൂപയൊക്കെ പോവും. അതിൻ്റെ പകുതിയേ ഉള്ളൂ ഇത്. ഇത് പുറത്തോട്ട് എടുക്കാം. കറുത്ത നിറമാണ്. നല്ല വെയിറ്റ് ഉണ്ട്. വെയിറ്റ് മുഴുവൻ താഴേക്കാണ്. ഈ കണക്റ്റേഴ്സൊക്കെ വന്നിരിക്കുന്ന എൻഡിൽ വെയിറ്റ് കുറവാണ്. ഇത് പെട്ടി നല്ല പെട്ടിയാണ്. എന്തായാലും പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് നല്ല വെള്ളമൊന്നും ഇറങ്ങാത്ത രീതിയിലാണ് പാക്ക് ചെയ്തേക്കുന്നത്. പെട്ടി സൂക്ഷിച്ച് വെക്കണം. എന്തായാലും കവർ ഒന്ന് പൊളിച്ചു നോക്കാം. ഇതിനകത്ത് സെല്ലോ ടേപ്പ് ഇട്ടാണ് ഒട്ടിച്ചേക്കുന്നത്. ഇതിനകത്ത് കംപ്ലീറ്റ് ബ്ലാക്ക് ആണ്. അതിനകത്ത് വെൻറ്റ് ഹോളോ ഒന്നുമില്ല. ഒരു സ്റ്റിക്കറിൽ ഇത് താഴെ മസിൽ ഗ്രിഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് നന്ന തെളിഞ്ഞിട്ടൊന്നുമില്ല. മുഴുവനും റിവറ്റ് അടിച്ചാണ് വെച്ചേക്കുന്നത്. അലൂമിനിയം റിവറ്റ് വെച്ചാണ് കംപ്ലീറ്റ് സീൽ ചെയ്തേക്കണേ. ഇത് ഇളക്കാനൊന്നും പറ്റില്ല സാധാരണ ആളെ കൊണ്ട്. വെയിറ്റ് താഴേക്കാണുള്ളത്. മുകളിൽ സ്വിച്ചൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് വെയിറ്റ് കുറവാണ്, താഴേക്കാണ് വെയിറ്റ് കൂടുതൽ. 2 ടെർമിനലാണ് ഉള്ളത്. അതിനകത്തൊന്നും എഴുതിയിട്ടില്ല. പോസിറ്റീവാണോ നെഗറ്റീവാണോ ഇന്നാണോ ഔട്ടാണോ ഒന്നും എഴുതിയിട്ടില്ല. നോക്കിക്കഴിഞ്ഞാൽ ആ ചുവപ്പ് ടെർമിനലിനകത്ത് 2 സ്ക്രൂ ഉണ്ട്. കറുത്ത ടെർമിനലിനകത്തും 2 സ്ക്രൂ ഉണ്ട്. അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് വെച്ച് അടച്ചു വെച്ചേക്കുക ആ ടെർമിനലിൻ്റെ.
പ്ലാസ്റ്റിക് ഇളക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഫിക്സ് ചെയ്ത് അതൊരു പെർമനൻ്റ് ആയിട്ടുള്ള സാധനമാണെന്ന് അറിയില്ല, എന്നാലും ചെറിയൊരു പ്രസ് ചെയ്ത് അടച്ചു വെക്കാൻ പറ്റും അത്. ദേ 2 സ്ക്രൂ ഉണ്ട് അതിനകത്ത് 8mm 2 കണക്ടർ കൊടുക്കാൻ പറ്റും. ഇത് പിന്നെ ഒരു DC MCB ആണ്. അത് ഓൺ ചെയ്തപ്പോഴത്തേക്ക് ഓക്കെ ഓൺ ആവണുണ്ട്. എന്തൊക്കെയോ കാണിക്കുന്നുണ്ടല്ലോ. 26.3 വോൾട്ട് കാണിക്കുന്നുണ്ട്. 26.3 വോൾട്ട്, കുറച്ച് കറണ്ട് ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ബാറ്ററിയുടെ ഇൻഡിക്കേഷൻ 0%ആണ് കാണിക്കുന്നത്. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് ഇത് കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.